ഗൂഗിൾ എന്തൊക്കെയാ പറയുന്നത്? ഗൂഗിളിനെ പോലെ ഉയർന്ന ചിന്താഗതിയും വലിയ മനസ്സുള്ള ഒരാള് ഇത്രയ്ക്ക് നിസ്സാരമായിട്ട് ചിന്തിക്കാമോ? ഇന്ന് ഡോക്ടർ പ്രവീൺ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ലോകത്തിനോട് മുഴുവൻ നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാം, പക്ഷേ വീടിനുള്ളിൽ സമാധാനം പോയാ അതോടെ എല്ലാം പോയി. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ അത് ശരിയാ. മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ സമാധാനിക്കാനും സന്തോഷിക്കാനുമായി എനിക്കിനി എന്താ ഉള്ളത്? എൻ്റേതാണെന്ന് ഞാൻ കരുതിയതൊന്നും എൻ്റേതായിരുന്നില്ല എന്നുള്ള സത്യം എന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞു. ഈ സ്ട്രെസ്സിൻ്റെ ഒരു പ്രധാന കാരണം അതാ. ഗൂഗിൾ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു വരുന്നേ. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന സത്യം തിരിച്ചറിയുമ്പോൾ ഗൂഗിൾ ഒരു മുഴുഭ്രാന്തനായി പോകുന്ന ഇപ്പം എൻ്റെ സംശയം. ഈശ്വര, അങ്ങനെയൊന്നും സംഭവിക്കില്ലേ? ഗൂഗിൾ എന്നും സന്തോഷത്തോടെ തന്നെ ഉണ്ടാവണം. ഇനി ഗൂഗിളിനോട് മറ്റൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്താടോ? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. എടോ, ഒരു മിനിറ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുന്നതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ഗൂഗിള് ചോദിക്കേ. ഇങ്ങനെ എത്ര നാൾ നമ്മളൊരു കോരിക്ക് കീഴെ കഴിയും? എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഭാര്യയും ഭർത്താവുക. ഈ അഭിനയം എന്നുവരെ നമ്മൾ തുടരും. എത്ര അടുത്താണെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് അകലെയായിപ്പോയി നമ്മൾ, അല്ലേ? ഈ അഭിനയം തുടരാതെ നമുക്ക് യാഥാർത്ഥ്യമാക്കിക്കൂടെ? മറ്റെല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എന്താ ഗൂഗിൾ? എന്തിനാ വിളിച്ച്? അത് പിന്നെ ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് വിളിച്ചതാ, മറന്നുപോയി. ഗുഡ് നൈറ്റ്. താൻ പോയിക്കോ. ഗൂഗിളിൻ്റെ മനസ്സിൽ എന്നോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാ. അത് ചോദിക്കാൻ തന്നെയാ ഗൂഗിൾ എന്നെ വിളിച്ചതും. എന്താ അത്?